പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ദൈവം ഒരാളെ ഒരു വലിയ ദൗത്യത്തിനായി വിളിക്കുമ്പോൾ ആദ്യം അവൻ എല്ലാ ഉത്തരങ്ങളും കൊടുക്കാറില്ല, എല്ലാ തടസ്സങ്ങളും നീക്കിക്കളയാറുമില്ല. എന്നാൽ അവൻ നൽകുന്ന ഏറ്റവും വലിയ ദാനം ധൈര്യമാണ്. അതുകൊണ്ടാണ് യോശുവയോട് ദൈവം പറയുന്നത്, ധൈര്യവും ഉറപ്പും കൈക്കൊള്ളുക. ഇതൊരു ദൈവിക കൽപ്പനയാണ്. മോശയുടെ നിഴലിൽ ജീവിച്ചിരുന്ന യോശുവ ഇപ്പോൾ ജനത്തിന്റെ നേതാവാണ്. അവന്റെ മുൻപിൽ യോർദാൻ നദിയുണ്ട്, അതിനപ്പുറം കോട്ട മതിലുകളുള്ള യെരിഹോ നഗരം, ശക്തരായ ശത്രുക്കൾ, അനിശ്ചിതമായ ഭാവി. എന്നിട്ടും ദൈവം അവനോട് പറയുന്നത് ധൈര്യത്തെക്കുറിച്ച്. എന്തുകൊണ്ട്? ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറുന്നത് ഭയപ്പെടുന്നവരുടെ അല്ല, വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരിലൂടെയാണ്. ഒരു കപ്പൽ തുറമുഖത്ത് നിൽക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമാണ്. എന്നാൽ കപ്പൽ നിർമ്മിക്കപ്പെട്ടത് തുറമുഖത്ത് നിൽക്കാനല്ല, സമുദ്രത്തെ കീഴടക്കാനാണ്. അതുപോലെ നമ്മുടെ ജീവിതവും ഭയത്തിന്റെ തീരത്ത് നിൽക്കാനല്ല, ദൈവവിളിയുടെ സമുദ്രത്തിലേക്ക് യാത്ര ചെയ്യാനാണ്. ബൈബിളിലെ ദാവീദ് ഈ സത്യത്തിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ്. ഗോല്യാത്തിനെ കണ്ടപ്പോൾ മുഴുവൻ ഇസ്രായേൽ സൈന്യവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് ശത്രുവിന്റെ വലിപ്പം കണ്ടില്ല, തന്റെ ദൈവത്തിന്റെ മഹത്വമാണ് കണ്ടത്. കല്ലുകളുമായി അവൻ യുദ്ധത്തിനിറങ്ങി. ജയിച്ചത് കല്ലുകൊണ്ടല്ല, ദൈവത്തിലുള്ളതായ ധൈര്യം കൊണ്ട്. ധൈര്യമെന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിനാണ് ധൈര്യമെന്ന് പറയാൻ സാധിക്കും. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ശത്രുവിൻ്റെ ശക്തി ചെറുതാണ്. കാരണം അവൻ തൻ്റെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഒരു വലിയ ഉത്തരവാദിത്വം നമ്മെ കാത്തിരിക്കുന്നുണ്ടാകാം. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ, ജോലിയിലെ വെല്ലുവിളികൾ, ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുണ്ടാവാം. എന്നാൽ ദൈവം നമ്മോട് പറയുന്നു, ധൈര്യപ്പെടുക. ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ നടത്തുകയും ചെയ്യും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് നിറവേറ്റും. അതുകൊണ്ട് ഭയത്തേക്കാൾ വലുതായി ദൈവത്തെ കാണുക, പ്രശ്നത്തെക്കാൾ വലുതായി വാഗ്ദത്തത്തെ കാണുക, സാഹചര്യങ്ങളെക്കാൾ ശക്തമായി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ഈ പുതിയ ദിവസം നമുക്ക് ഈ സത്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാം. ധൈര്യം അത് ഭയത്തിൻ്റെ അഭാവമല്ല, ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ സാന്നിധ്യമാകുന്നുവല്ലോ. ദൈവം വിളിക്കുന്നിടത്ത് അവിടുന്ന് ശക്തിയും നമുക്ക് നൽകുമല്ലോ. ദൈവം വാഗ്ദാനം ചെയ്യുന്നതെല്ലാം അവിടുന്ന് തൻ്റെ സമയത്ത് നിറവേറ്റുമല്ലോ. അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ മുന്നോട്ട് നടക്കാം. കാരണം വാഗ്ദത്തം നൽകിയ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും ഭയവും സംശയവും കടന്നു വരുന്നു. എന്നാൽ ഇന്ന് അങ്ങ് ഞങ്ങളോട് പറയുന്ന ധൈര്യവും ഉറപ്പുമുള്ളവനായിരിക്കുക എന്ന വചനം ഞങ്ങളുടെ ആത്മാവിന് പുതിയ ശക്തി നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢമാക്കണമേ. അങ്ങേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയത്തെ ജയിക്കുന്ന വിശ്വാസവും ക്ഷീണത്തെ ജയിക്കുന്ന പ്രത്യാശയും എല്ലാ ദിവസവും അങ്ങേ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.